അതിരപ്പള്ളിയിൽ 24 മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ മറികടക്കാൻ വ്യാജ പരാതിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് പരുക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 OBT അംഗം റൂബിൻ ലാലിനെയാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനമന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തെ മറികടക്കാൻ റൂബിൻ ലാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത്. അതിരപ്പള്ളി പത്താറിൽ വാഹനമിടിച്ച് പരിക്കേറ്റ റോഡരികിൽ കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു 24 OBT അംഗം റൂബിൻ ലാലിന് നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കയ്യേറ്റ ശ്രമം. പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ റൂബിൻ ലാലിന്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ CCF-ന് അന്വേഷണ ചുമതലയും നൽകി. 24-ന്റെ ഒരു പ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയ്യേറ്റം ചെയ്തയാളെ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ തൃശൂർ CCF-നോട് ആ സംഭവം നേരിട്ട് അന്വേഷിച്ച് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലഭിച്ചാൽ അത് പരിശോധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, നിയമപരമായ അത്തരം നടപടികളെല്ലാം കർശനമായി തന്നെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള വനം വകുപ്പിന്റെ വ്യാജ പരാതി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് അതിരപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം. നേരത്തെയും റൂബിൻ ലാലിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതുൾപ്പെടെ റൂബിൻ വാർത്തയാക്കിയതാണ് പ്രകോപനത്തിന് കാരണം. 24 തൃശൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.